ഹലോ എവരിവൺ, എല്ലാവർക്കും യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിന്റെ CBSE ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ എക്സാം എഴുതിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ എഴുതിയ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണിത്. സോ ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 21. സിങ്ക് പ്ലസ് CH3COH gives ZnCH3CO twice plus H2. The above reaction is a decomposition reaction, displacement reaction, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ, ഇതിൽ ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആക്ച്വലി സിങ്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ നോക്കുമ്പോൾ ഹൈഡ്രജന്റെ സ്ഥാനത്ത് ആര് കയറിയിരിക്കുന്നുണ്ട്? സിങ്ക്. അതായത് സിങ്ക് ഹൈഡ്രജൻ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഹൈഡ്രജൻ ഒറ്റക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദിസ് റിയാക്ഷൻ ഈസ് എ സിമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാൽഷ്യം സൾഫേറ്റ് അഥവാ CaSO4 ഡോട്ട് 2H2O ഈസ് എ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ്. ആക്ച്വലി ആരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കാൽഷ്യം സൾഫേറ്റ് CaSO4 ഡോട്ട് ഹാഫ് H2O വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി ജിപ്സം ആണെങ്കിൽ ഇതെന്താണ്? ജിപ്സം CaSO4 ഡോട്ട് 2H2O ആണ് ആക്ച്വലി എന്ത്? ജിപ്സം. അപ്പൊ ഇതും തെറ്റി. കാരണം ജിപ്സം ഇവിടെ ഡോട്ട് H2O എന്നേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുക? ജിപ്സത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. എന്താ ചെയ്യുക? ജിപ്സത്തിന് ഹീറ്റ് ചെയ്യുക. ജിപ്സത്തിന് ഹീറ്റ് ചെയ്യുമ്പോൾ ജിപ്സത്തിൽ നിന്ന് വാട്ടർ ലൂസ് ആവും. അങ്ങനെ ജിപ്സത്തിൽ നിന്ന് വാട്ടർ ലൂസ് ആയിട്ടാണ് എന്തുണ്ടാവുക? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. സോ ഓൺ ഹീറ്റിംഗ് ജിപ്സം അറ്റ് 373 കെൽവിൻ ഇറ്റ് ലൂസസ് സം വാട്ടർ ടു ഫോം എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? ഒരേ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഓപ്ഷൻ 3 മാത്രം. അങ്ങനെയാണെങ്കിൽ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. pH ഓഫ് NaCl സൊല്യൂഷൻ ഈസ് എന്നാണ് ചോദ്യം. pH ഓഫ് NaCl സൊല്യൂഷൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിൽ NaCl സൊല്യൂഷന്റെ pH. എടാ ആരാ NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? NaCl പ്ലസ് H2O എന്താ ഉണ്ടാവുക? NaOH ഉണ്ടാവും, HCl ഉണ്ടാവും. ആരാ HCl? HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ഇവൻ ഒരു സ്ട്രോങ് ബേസ് ആണ്. ഒരു സ്ട്രോങ് ആസിഡിന്റെ സ്ട്രോങ് ബേസിന്റെ ഇവിടെ അസിഡിക് മീഡിയം അല്ല, ഇത് ബേസിക് മീഡിയം അല്ല. ബിക്കോസ് രണ്ടാൾക്കാർ സ്ട്രോങ് ആണെങ്കിൽ ഇവരുടെ pH നമ്മൾ എത്ര പറയാ? pH നമ്മൾ 7 എന്ന് പറഞ്ഞാൽ മതി. pH എത്രയാണ്? 7. അപ്പൊ അവര് ന്യൂട്രലാ. അതായത് ഒരു സ്ട്രോങ് ആസിഡിനും ബേസിന് ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടുന്ന ആസിഡ് ബേസും സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ pH എത്ര പറയാ? 7. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. pH ഓഫ് ഗാസ്ട്രിക് ജ്യൂസ് ഈസ് നിയർലി. NCERT നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഗാസ്ട്രിക് ജ്യൂസിന്റെ pH, ഓരോന്നിന്റെ pH, ആ ഒരു pH സ്കെയിലിന്റെ അവിടെ ഗാസ്ട്രിക് ജ്യൂസിന്റെ pH പറയുന്നുണ്ട്. അത് അസിഡിക് pH ആണ്. ആൻഡ് pH ഈസ് 1.2. നമ്മളുടെ ഈ പറയുന്ന സ്റ്റൊമക്കിൽ എന്തുണ്ട്? HCl പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ HCl സൊല്യൂഷൻ, അതാണ് ഗാസ്ട്രിക് സൊല്യൂഷൻ. അപ്പൊ ഗാസ്ട്രിക് ജ്യൂസിന്റെ pH 1.2 ആണ് നമ്മൾ പറയാ. ഇനി അടുത്തത്, വൈ ഡു ആസിഡ് നോട്ട് ഷോ അസിഡിക് ബിഹേവിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ? അതായത് വാട്ടർ ഇല്ല, അത് വെറുതെ നമ്മളൊരു ആസിഡ് എടുത്തു. അപ്പോൾ വെറുതെ ഒരു ആസിഡ് എടുത്തു കഴിഞ്ഞാൽ, വെറുതെ ഒരു ആസിഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം H2SO4 ഞാൻ വെറുതെ ഗ്യാസ് എടുത്തു, അല്ലെങ്കിൽ HCl ഗ്യാസ് എടുത്തു. അപ്പോൾ HCl ഗ്യാസിന് എന്തില്ല? ആസിഡിക് പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മീഡിയം വേണം. അവര് ആസിഡ് എപ്പോഴും ഉണ്ടാവുക വെച്ചപ്പോൾ HCl വെറുതെ ആസിഡ് ആവൂല. HCl ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് ആസിഡിക് പ്രോപ്പർട്ടി ഇല്ല. അവൻ H++Cl- ആയിട്ട് നിൽക്കണം. അവൻ അയണൈസ് ചെയ്യണം. അതായത് വാട്ടറിൽ ഇവൻ അയണൈസ് ചെയ്യാനുള്ള ഒരു മീഡിയം വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ടർ ഈസ് നെസസറി ഫോർ ദ അയണൈസേഷൻ ഓഫ് ആസിഡ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വാട്ടർ ഇല്ലെങ്കിൽ അയണൈസേഷൻ നടക്കൂല. അങ്ങനെയാണെങ്കിൽ 25 ആൻസർ ബി ആണ്. ഇനി എ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. അവിടെ ബ്ലൂവിനെ റെഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബേസിക് മീഡിയം ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ തന്നെയാണ്. അതായത് ബേസിക് മീഡിയത്തിലെ കളർ ബ്ലൂവും അസിഡിക് മീഡിയത്തിലെ കളർ റെഡും ആണ്. അപ്പോൾ റെഡ് ആയി എന്ന് പറഞ്ഞാൽ മീഡിയം ഏതാണ്? അസിഡിക് മീഡിയം ആണ്. അതായത് ആസിഡ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുള്ളൂ. റെഡ് ലിറ്റ്മസ് ആസിഡിൽ എന്താണ്? റെഡ് തന്നെ. ബ്ലൂ ലിറ്റ്മസ് ആസിഡിൽ റെഡ് ആവും. ഓക്കെ, ഇനി ബേസിക് മീഡിയം ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ തന്നെ, റെഡ് ലിറ്റ്മസ് എന്താവും? ബ്ലൂ ആവും. അപ്പൊ ഏതാ ആൻസർ? pH അസിഡിക് pH 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ, 10ഉം 11ഉം എന്താണ്? ബേസിക് pH. 4 ഈസ് ദ ഓൺലി പോസിബിൾ ആൻസർ. അപ്പോൾ pH 4 ആണെങ്കിൽ അവിടുത്തെ അവൻ എന്താ കാണിക്കുക?
അസിഡിക് പി എച്ച് ആണ്, അങ്ങനെയാണെങ്കിൽ അവൻ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 27, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. എടാ ആരാ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്? HCl. HCl ഏതെങ്കിലും ഒരു മെറ്റൽ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ അവിടുന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്ത് ഒരു MCl ഓർ MCl2 MCl3 ആരെങ്കിലൊക്കെ ഉണ്ടാവും പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ദാറ്റ് മെറ്റൽ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ എന്തായിരിക്കണം? മോർ റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ ആയിരിക്കണം. മോർ റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പൊ ഇതിൽ മഗ്നീഷ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ ആണ്. അലൂമിനിയം ആണ്, സിങ്ക് ആണ്, പക്ഷെ കോപ്പർ അല്ല. കോപ്പർ അതേപോലെ തന്നെ മെർക്കുറി, അതേപോലെ സിൽവർ, ഗോൾഡ് ഒക്കെ അലൂമിനിയത്തിനേക്കാളും ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. അപ്പൊ കോപ്പറിനെ കൊണ്ട് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യൽ നടക്കൂല. അപ്പൊ ഇവിടെ കാണിക്കാത്തത് ആരാണ്? കോപ്പർ. ഇനി ദ നോൺ മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ഓക്സിജൻ O2 ഗ്യാസ് ആണ്, നൈട്രജൻ N2 ഗ്യാസ് ആണ്. ഇനി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇവിടെ ഫ്ലൂറിൻ ഗ്യാസ് ആണ്, ക്ലോറിൻ ഗ്യാസ് ആണ്, ബ്രോമിൻ ഒരു റെഡ് കളർ ലിക്വിഡ് ആണ്, അയഡിൻ എന്താണ്? അയഡിൻ സോളിഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ആണ്. സോ ദ ആൻസർ ഈസ് ബ്രോമിൻ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ദ കോമ്പിനേഷൻ ഓഫ് ഫെറിക് അയോൺ ആൻഡ് സൾഫേറ്റ് അയോൺ. ആരുടെ? ഫെറിക്. ഇക്ക് വന്നു കഴിഞ്ഞാൽ ഫെറസ്, ഫെറിക്. ഫെറസ് എന്ന് പറഞ്ഞാൽ അയണിന്റെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഫെറിക് എന്ന് പറഞ്ഞാൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഫെറിക് എന്ന് പറഞ്ഞാൽ Fe2+ ലോവർ, 3+ ഹയർ, Fe3+, സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? SO4 2-. അപ്പോൾ ഈ Feന്റെ 3 എടുത്തിട്ട് ആർക്ക് കൊടുക്കുക? സൾഫേറ്റിന് കൊടുക്കുക. സൾഫേറ്റിന്റെ 2 എടുത്തിട്ട് ഇവിടെയും കൊടുക്കുക. അപ്പൊ ആരാ ഉണ്ടാവുക? Fe2 SO4 thrice. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. നമ്മൾ ഓറിന്റെ കോൺസെൻട്രേഷൻ, അതായത് മെറ്റലിന് നമ്മൾ ഇമ്പ്യൂരിറ്റി സെപ്പറേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യും, മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യും, ലീച്ചിങ് യൂസ് ചെയ്യും. പക്ഷെ സ്മെൽറ്റിംഗ് അല്ല. സ്മെൽറ്റിംഗും റോസ്റ്റിംഗ് ഒക്കെ വേറെയാണ്. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ മെത്തേഡ് ആയിട്ട് ഫ്രോത്ത് ഫ്ലോട്ടേഷനും മാഗ്നറ്റിക് സെപ്പറേഷനും ലീച്ചിങ്ങും പറയാം, പക്ഷെ സ്മെൽറ്റിംഗ് പറയാൻ പറ്റൂല. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ബി. ഇനി ദ റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ, നമ്മൾ റസ്റ്റ് എന്ന് പറയുന്ന സാധനം ആരാണ്? ആക്ച്വലി അയൺ സോളിഡ് ശരിക്കും Fe2+ ആവും. ഈ Fe2+ തിരിച്ച് Fe3+ ആവും. ഈ Fe3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി ആരാണ്? Fe2O3. ഈ Fe2O3 വാട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുക? Fe2O3.XH2 ഉണ്ടാവും. ഇതാണ് നമ്മൾ കാണുന്ന ആ ഒരു ബ്രൗൺ കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. ബ്രൗൺ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഓർ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? റസ്റ്റ് എന്ന് വിളിക്കാം. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സോതെർമിക് പ്രോസസ്? എക്സോതെർമിക് പ്രോസസ് അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ. ഹീറ്റ് ഉണ്ടാവണം, പ്രൊഡക്റ്റിന്റെ കൂടെ ഹീറ്റ് ഉണ്ടാവണം. വാട്ടർ വിത്ത് ക്യുക്ലൈം H2O+ ക്യുക്ലൈം ആരാടാ? CaO. എന്താ കിട്ടുക? CaOH2. ഇവിടെ എന്താ കിട്ടുക? പ്ലസ് ഹീറ്റ്. ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷനാ? എക്സോതെർമിക് ആണ്. മേക്കിംഗ് ഓഫ് ഐസ് ക്യൂബ്. എവിടുന്ന് ഐസ് ക്യൂബ് ഉണ്ടാക്കുക? ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ സോളിഡാ. ഈ സോളിഡ് എവിടുന്ന ഉണ്ടാവുക? ഒന്നെങ്കിൽ ലിക്വിഡിന്ന് അല്ലെങ്കിൽ ഗ്യാസിന്. അപ്പോൾ വാട്ടറിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നീരാവിന്നോ ഓർ ഗ്യാസിന്നോ നമ്മൾ സോളിഡ് ഐസ് ക്യൂബ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? എടാ തിരിച്ചാലോചിച്ച് നോക്ക്. ഞാൻ സോളിഡിനെ ലിക്വിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഹീറ്റ് കൊടുക്കണം. അപ്പോൾ ലിക്വിഡിൽ നിന്ന് സോളിഡ് ഉണ്ടാവുന്ന സമയത്ത് ഹീറ്റ് നമുക്ക് കിട്ടും. അതായത് പ്ലസ് ഹീറ്റാണ്. പ്ലസ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് തിരിച്ചു വരും. അതും എക്സോതെർമിക് ആണ്. ഡൈജഷൻ ഓഫ് ഫുഡ്. ഓഫ് കോഴ്സ് ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറാണ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആയിട്ട് മാറാണ്. എക്സോതെർമിക് ആണ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എക്സോതെർമിക്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റിയാക്ഷൻസ് എക്സോതെർമിക് ആണ്. ഓൾ ഓഫ് ദീസ് ആർ ദ കറക്റ്റ് ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതാണ്? ഡീകമ്പോസിഷൻ. ഇത് ഡീകമ്പോസിഷൻ അല്ല, കാർബൺ പ്ലസ് ഓക്സിജൻ കോമ്പിനേഷൻ ആണ്. MgCO3 പൊട്ടി MgO+ കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നു. ഇത് ഡീകമ്പോസിഷൻ ആണ്. ഇത് നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിട്ട് ഈ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി അടുത്തത് ഇതേതാ? AgNO3. ഇവിടെ വരുമ്പോൾ AgClന്റെ കൂടെയാണ്. അതായത് ഇവിടെയുള്ള സോഡിയത്തിന് ഏജ് ഡിസ്പ്ലേസ് ചെയ്തു, ഓർ തിരിച്ച് ഇവിടെയുള്ള ഏജിനെ സോഡിയം ഡിസ്പ്ലേസ് ചെയ്തു. ഇത് ഏത് റിയാക്ഷനാ? ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാ. ഇനി സിങ്ക് പ്ലസ് H2SO4 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതെന്താ? സിങ്ക് ആസിഡ് എന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാ. അപ്പൊ ഇത് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ഇത് ഡീകമ്പോസിഷൻ, ഇത് കോമ്പിനേഷൻ. എല്ലോ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ given gas can be used for storage of fresh samples of an oil for a long time?
ഓക്കെ, നിങ്ങൾ ലേസിന്റെ ഒക്കെ പാക്കറ്റ് കണ്ടിട്ടുണ്ടോ? ലേസിന്റെ ഒക്കെ പാക്കറ്റിൽ അതൊരു എയർ ടൈറ്റ് പാക്കറ്റ് ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും എയർ കുറേ കൂടി എന്ത് അതിങ്ങനെ കുറെ ക്വാണ്ടിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണെന്ന്. ആക്ച്വലി അതിന് വേണ്ടി മാത്രമല്ല, അതും ആകാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ ആ പറയുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഐറ്റംസ് കേട് വരാതിരിക്കാൻ നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇനേർട്ട് ഗ്യാസ് ആയിട്ട് ഇപ്പോൾ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്യാസിന് എടുക്കാൻ പറ്റില്ല. കാരണം റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓക്സിജൻ ഈ ഫുഡ് പാർട്ടിക്കിളിലിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും, വിച്ച് മീൻസ് ആ ഫുഡ് പാർട്ടിക്കിൾ കേടുവരും. അപ്പൊ റിയാക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ജനറലി ആരൊക്കെയാണ്? നോബിൾ ഗ്യാസസ്. അതേപോലെ തന്നെ N2. എന്താ N2ന്റെ പ്രത്യേകത? N ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഈ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും പൊട്ടൂല. അപ്പോൾ നോബിൾ ഗ്യാസിൽ തന്നെ നമുക്ക് ഏറ്റവും എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഹീലിയാണ്. ഈ ആർഗണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർഗണിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ഹീലിയം യൂസ് ചെയ്യും, പിന്നെ N2 യൂസ് ചെയ്യും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ N2 ആൻഡ് ഹീലിയം. ബാക്കിയുള്ളതിലൊക്കെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓക്സിജൻ റിയാക്ട് ചെയ്യും ഫുഡ് പാർട്ടിക്കിളിനെറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസിൽ മെമ്പർ അല്ലാത്തത് എന്താണ്? ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം CH4, C2H6, C3H8 ഇവരെ ഹോമോലോഗസ് സീരീസാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒരു CH2ന്റെ ഡിഫറൻസ് ഉണ്ടാവുക. ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് മാത്രമുള്ള സീരീസ്. അപ്പൊ ആൽക്കൈന്, നമ്മളെ ആൽക്കൈന് ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കീന് ഒരു ഹോമോലോഗസ് സീരീസ് ആണ്. ആൽക്കൈന് ഹോമോലോഗസ് സീരീസ് ആണ്. അപ്പൊ ഇവരൊക്കെ ഹോമോലോഗസ് സീരീസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഹോമോലോഗസ് സീരീസ്, ഇത് വേറെ. അപ്പൊ ഇത് ENE, അതായത് ആൽക്കീനാണ്, ഇത് ആൽക്കീനാണ്, ഇത് ആൽക്കീനാണ്. പക്ഷെ ബ്യൂട്ട് 1YN ആൽക്കൈനാണ്, അവന് വേറെ ഹോമോലോഗസ് സീരീസിലാണ് വരുന്നത്, ഇവരുടെ കൂട്ടത്തിലല്ല. അപ്പൊ ഇവർ മൂന്നാൾക്കാർ ഒരു ഹോമോലോഗസ് സീരീസിൽ വരുമ്പോൾ ഇവൻ വേറെയാണ്, അവൻ നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എസ്റ്റർ? ആരുടെ എസ്റ്റർ? C ഡബിൾ ബോണ്ട് O ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെ നമ്മൾ എസ്റ്റർ എന്ന് വിളിക്കുക. ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ, R', ഇവിടെ R ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് എസ്റ്റർ ആണ്, എസ്റ്റർ ആണ്, ഇത് എസ്റ്റർ ആണ്, ഇത് എസ്റ്റർ ആണ്. പക്ഷെ ഇത് എസ്റ്റർ അല്ല. ഏത് എസ്റ്റർ അല്ല? ഇത് എസ്റ്റർ അല്ല. ഇതാരാണ്? ഇത് ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ദിവസത്തിലോട്ട് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. എടാ ഈ കോമ്പൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതേതാ കോമ്പൗണ്ട്? CH3C, CH3, CH3, CH2, CH2, CH3. ഇത് OH. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ നോക്കണം. ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇവിടെ OH ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് നമുക്ക് എന്ത് കിട്ടണം? ലീസ്റ്റ് പോസിബിൾ നമ്പർ കിട്ടണം. അതായത് നമ്മൾ നമ്പർ നോക്കുമ്പോൾ ഇവിടെ നമ്പർ ചെയ്യണമെങ്കിൽ 1, 2, 3, 4 കിട്ടുക. പക്ഷെ ഇവിടെ നിന്നാണെങ്കിലോ 1, 2, 3 കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലീസ്റ്റ് നമ്പർ. അപ്പോൾ 1, 2, 3, 4, 5, 6. ഇനി നമ്മൾ സൈഡ് ചെയിനിൽ ആരൊക്കെ ഉണ്ടോ അവർ നമ്മൾ നെയിം ചെയ്യുന്നു. അപ്പോൾ 5, 5 ഡൈമീതയിൽ വരും. 5, 5 ഡൈമീതയിൽ. ഹെക്സ്, വേർഡ് റൂട്ട് ഹെക്സ് ആണ്. ഹെക്സ് 3 ഓൾ. തേർഡ് പൊസിഷനിൽ ആൽക്കഹോൾ. ഓപ്ഷൻ A ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനോട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 38, വിച്ച് ഇസ് നോട്ട് ഐസോമർ വിത്ത് അതർ 3 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ എന്നാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ഇനി +1 വരാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം സെയിം മോളിക്കുലർ ഫോർമുല വരണം എന്നുള്ളെങ്കിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ മോളിക്കുലർ ഫോർമുല വരണമെങ്കിൽ കാർബണിന്റെ എണ്ണം സെയിം ആവണ്ടേ? അപ്പോൾ കാർബണിന്റെ എണ്ണം എണ്ണിയാൽ മതി നിങ്ങൾ. എന്നിട്ട് ഹൈഡ്രജൻ പോവാം. കാർബണിന്റെ എണ്ണം മാറിയിട്ട് പിന്നെ ഹൈഡ്രജൻ നോക്കിയാൽ പോരെ. അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 കാർബൺ. ഇതിൽ 1, 2, 3, 4, 5, 6 കാർബൺ. 1, 2, 3, 4, 5, 6 കാർബൺ. 1, 2, 3, 4, 5, 6, 7 കാർബൺ ഉണ്ട്. സോ അപ്പോൾ 6 കാർബൺ വരുന്നവരൊക്കെ ഐസോമേഴ്സ് ആയിരിക്കും. 7 കാർബൺ വരുന്നവർ ഒരിക്കലും ഐസോമർ ആവില്ല. കാരണം ബാക്കിയുള്ളവർ C6 തുടങ്ങുമ്പോൾ ഇവൻ എവിടെ നിന്ന് തുടങ്ങും? C7 എന്നാ തുടങ്ങുക. സോ ഓപ്ഷൻ D ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ എസ്റ്റർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്. ആരാ മെത്തനോൾ? CH3 OH. ആരാ എത്തനോയിക് ആസിഡ്? CH3 COOH. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇവന്റെ OH ഇവിടെ നോക്കടാ, ഇവിടുന്ന് H+O-. ഓക്കെ, ഇനി ഈ പറയുന്ന H2O, ഇവിടുന്ന് ഒരു H2O റിമൂവ് ആവും. സോ -H2O. ബാക്കി ആരാ ഉണ്ടാവുക? CH3 COOCH3 ബാക്കി ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ആരാള്? ഇതാണ് സൈഡ് ചെയിൻ. ആരാ സൈഡ് ചെയിൻ? മീത്തൈൽ. ഓക്കെ, മീത്തൈൽ. ഇതാണ്
നമ്മളുടെ പ്രിൻസിപ്പൽ ചെയിൻ. അപ്പോൾ മീത്തൈൽ എത്തനോയേറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മീത്തൈൽ എത്തനോയേറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ നടക്കാം. മീത്തൈൽ എത്തനോയേറ്റ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ഇവിടുത്തെ എക്സിനെ കണ്ടുപിടിക്കാനാണ്. ഏതാണ് റിയാക്ഷൻ? ഇത് CH3 CH ഡബിൾ ബോണ്ട് CH2 ഗിവ്സ് CH3 CH3. ഇവിടെ ആരാണ്? ബ്രോമിൻ. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി കൂടെ. CH3 എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി CH2H. അപ്പോൾ ഇവിടെ ആരാ ആഡ് ആയത്? നോക്ക്, ഈ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട്, ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെ ഒരു ഹൈഡ്രജനും ബ്രോമിനും വന്നു. വിച്ച് മീൻസ് പ്രോബബ്ലി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? HBr ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഫർദർ ഈ എക്സാമിൻ്റെ ശേഷം റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം നിങ്ങൾ എന്തായാലും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കുക, അവിടെ അഡ്മിഷൻ എടുക്കുക. സോ നമുക്ക് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ അടുത്ത 2 വർഷം കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.